ഭൂരിഭാഗം പെൺകുട്ടികളുടെയും കളിക്കൂട്ടുകാരി. ഈ പാവയുടെ മുടി ചീകിയും മേക്കപ്പ് ഇട്ടും പുത്തൻ ഉടുപ്പുകൾ അണിയിച്ചും വളർന്ന കുട്ടികൾ ഏറെയാണ്. സ്വന്തമായിട്ട് ഇല്ലാത്തവർക്ക് പോലും അറിയാവുന്ന വളരെ പ്രസിദ്ധമായ പേര്. അത്രയ്ക്കാണ് കളിപ്പാവകളുടെ ലോകത്ത് ബാർബി ഡോളിന്റെ സ്വാധീനം. തന്റെ മകൾ ബാർബറയ്ക്കായി റൂത്ത് ഹാൻഡർ എന്ന യുവതി നിർമ്മിച്ച പാവകളാണ് പിന്നീട് ലോകം മുഴുവനുള്ള പെൺകുട്ടികളുടെ ഇഷ്ട കളിപ്പാവയായി മാറിയത്. ബാർബറ നിർമ്മിച്ച ഒരു പാവയിൽ നിന്നാണ് വലിയ പെൺകുട്ടികളുടെ ഒരു പാവ ഉണ്ടാക്കാം എന്ന ആശയം റൂത്തിന് ലഭിക്കുന്നത്. നിർമ്മിച്ച പാവകൾക്ക് മകളുടെ പേര് തന്നെ ഇട്ടു, ബാർബി. കുട്ടികളുടെ കളിപ്പാവ മാത്രം വിറ്റഴിഞ്ഞിരുന്ന വിപണിയിൽ മുതിർന്ന സ്ത്രീയുടെ രൂപത്തിലെത്തിയ ബാർബി വിപ്ലവം സൃഷ്ടിച്ചു. പുറത്തിറങ്ങിയ 1959 മാത്രം 3.5 ലക്ഷത്തോളം പാവകളാണ് റൂത്ത് വിറ്റഴിച്ചത്. ഡോക്ടർ, പൈലറ്റ്, എയർ ഹോസ്റ്റസ്, ഒളിമ്പിക് താര എന്നിങ്ങനെ വിവിധ രൂപത്തിൽ ബാർബി ഡോളുകൾ വിപണിയിൽ എത്തിയിരുന്നു. വിപണി കീഴടക്കുന്നതിനോടൊപ്പം തന്നെ വിവാദങ്ങളും ബാർബിക്കൊപ്പം ഉണ്ടായിരുന്നു. രൂപഘടനയിലായിരുന്നു ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത്. സ്ത്രീകളുടെ ശരീരത്തെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലായിരുന്നു ബാർബിയുടെ ശരീരഘടന എന്നായിരുന്നു വിമർശനം. കൂടാതെ വെളുത്തു മെലിഞ്ഞ സൗന്ദര്യ സങ്കല്പത്തെ അടിച്ചുറപ്പിക്കുന്നു എന്നൊരു നെഗറ്റീവും ഉണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ ബാർബി ഡോളിനെ നിരോധിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. 1980കളിലാണ് കറുത്ത നിറത്തിലുള്ള ബാർബി ഡോളുകളെ കമ്പനി നിർമ്മിക്കുന്നത്. കറുത്തവരും തടിച്ചവരും ചുരുണ്ട മുടിയുള്ളവരും അംഗീകരിക്കപ്പെടേണ്ടവരാണെന്നുള്ളൊരു മെസ്സേജ് ബാർബി നൽകി. ഇതോടുകൂടി കമ്പനിക്ക് വൻ സ്വീകാര്യത ലഭിച്ചു. ഓരോ 3 സെക്കൻഡിലും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓരോ ബാർബി ഡോൾ വീതം വിറ്റുപോകുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. പുറത്തിറങ്ങി 50 വർഷങ്ങൾ പിന്നിടുമ്പോഴും ചരിത്രം സൃഷ്ടിച്ച് ഈ പാവ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.